നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ സഖ്യകക്ഷിയായിട്ടുള്ള TDP ഔദ്യോഗികമായി തന്നെ BJP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. NDAയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരത്തെ നമുക്കറിയാം, മാർഗരറ്റ് ആൽവയെ കൊണ്ടുവന്നിരുന്നു. അവരെ 300-ലധികം വോട്ടുകൾക്കാണ് BJPയുടെ സ്ഥാനാർത്ഥിയായ ജഗദീപ് ധൻഖർ പരാജയപ്പെടുത്തി രാജ്യസഭാ അധ്യക്ഷനായത്, അഥവാ രാജ്യസഭാ ചെയർപേഴ്സണായത്. എന്നാൽ രാജ്യസഭയിലെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അനിശ്ചിതത്വം, പ്രത്യേകിച്ചും യശ്വന്ത് വർമ്മയുടെ വിചാരണയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കാരനായ യശ്വന്ത് വർമ്മ, ആരോപണങ്ങൾ അതിശക്തമായി നേരിടുന്ന യശ്വന്ത് വർമ്മയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. BJPക്കെതിരെയുള്ള പല നിയമ നടപടികളും ശക്തമായി എതിർക്കാനും യശ്വന്ത് വർമ്മയുടെ പല രീതിയിലുള്ള വഴിവിട്ട ഇടപെടൽ BJP നേതാക്കളെ പല കേസുകളിൽ നിന്നും ഊരാനും സഹായിച്ചതായി റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലോക്സഭയിലായിരുന്നാലും രാജ്യസഭയിലായിരുന്നാലും BJP നേതൃത്വം മിണ്ടാതിരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ മാത്രമല്ല, നിരവധിയായ കാര്യങ്ങളിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുമായി നേരിട്ടുള്ള കടന്നാക്രമണത്തിലേക്ക് BJP എത്തിയതോടെയാണ് നാടകീയമായ രാജി നടന്നത്. ചന്ദ്രബാബു നായിഡുവിന് ബോധോദയം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസുമായി സഹകരിച്ചില്ലെങ്കിലും BJP നേതൃത്വവുമായിട്ടുള്ള ഈ വലിയ തോതിലുള്ള ഒരു കൂട്ടുകക്ഷി ഭരണം അത് തങ്ങൾക്ക് നാശനഷ്ടം മാത്രമുണ്ടാക്കും. ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല. BJPയുടെ സഹായമില്ലാതെ തന്നെ 4-3 ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിലുള്ളത്. BJPയുടെ സഖ്യകക്ഷികളായിരുന്ന ശിരോമണി അകാലിദൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് TDP രംഗത്ത് വരുന്നത്. മാത്രമല്ല, ബിജു ജനതാദൾ ഒരിക്കൽ BJPയുമായി കൈകൊടുത്തു. പിന്നീട് ബിജു ജനതാദളിന് കാര്യങ്ങൾ മനസ്സിലായി, തിരിച്ചറിവ് വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് ഭരണത്തിൽ തുടർന്നത്. പല സംസ്ഥാനങ്ങളിലും BJP നേതൃത്വമായി സഖ്യകക്ഷികൾ ഇടഞ്ഞു പ്രവർത്തിക്കുകയാണ്. അപ്നാദളും ഇപ്പോൾ ഇടഞ്ഞു തന്നെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് അമിത പ്രാധാന്യം നൽകുന്നു എന്നാരോപിച്ചാണ് JDUവും ശക്തമായി BJPയുടെ ബീഹാർ നേതാക്കളുമായി ഉടക്കിലേക്ക് നീങ്ങുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ സഖ്യകക്ഷികൾ NDA എന്ന വികാരം മറന്നുകൊണ്ട് തന്നെ ക്രോസ് വോട്ട് നടത്തും എന്നുള്ളത് BJPക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതിനാൽ ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായി നിൽക്കുകയാണ്. അവിടെയാണ് ശശി തരൂർ അടുത്ത വാദഗതി ഉയർത്തുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെ എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കില്ല എന്ന് ഉറപ്പുണ്ട്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് BJPക്ക് ഒരു വാട്ടർലൂ ആയിരിക്കുമെന്ന് തരൂർ ഉറപ്പിക്കുന്നത് അതുകൊണ്ടാണ്. തരൂർ ഏറെ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ പേര് വരും, പ്രഖ്യാപിക്കും എന്നതൊക്കെയാണ്. കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന നിലപാടിലേക്കാണ് തരൂർ നീങ്ങുന്നത്. എന്നാൽ പിന്നെ BJP അംഗീകരിക്കാത്ത സ്ഥിതിക്ക് BJPയെ പഴയ രീതിയിൽ തന്നെ എതിർക്കാം. അതാണിപ്പോൾ തരൂറിൻ്റെ ലൈൻ. അതുകൊണ്ടാണ് ട്രംപിൻ്റെ താരിഫ് നടപടിക്രമങ്ങളെയും മോദിയുടെ സമ്പ്രദായങ്ങളെയും, അതായത് ധനകാര്യ നടപടിക്രമങ്ങളെയും ശക്തമായി തരൂർ എതിർത്തുകൊണ്ടിപ്പോൾ രംഗത്ത് വരുന്നത്.